പൊതുപ്രവർത്തകൻ ശ്രീ AK സാദിഖ് കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ സാദിഖ്. ഇപ്പോൾ വളരെ വേദനാജനകമായൊരു വിവരമാണ് വത്സല എന്ന 68-കാരി കേരള സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. സിസ്റ്റം ശരിയല്ല എന്ന് മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആ ശരികേടുകളുടെ ഒരു വലിയ കഥ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒന്ന് പരിശോധിച്ചാൽ 2-3 മാസങ്ങൾക്ക് മുൻപ് ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയപ്പോൾ 45ഓളം കേസുകളാണ് ഈ അടുത്തായി സിസ്റ്റം ശരിയല്ലാത്തതിൻ്റെ പേരിൽ ആരോഗ്യ മേഖലയിൽ സംഭവിച്ച അനാസ്ഥ. അത് കുടലിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ ഉപകരണങ്ങൾ മറന്നു വയ്ക്കുന്നതും അതുപോലെ ഗ്ലൗസിൻ്റെ പീസ് മറന്നു വയ്ക്കുന്നതും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാകുന്നില്ല, അതിനു വേണ്ട ഒരു സംവിധാനം സർക്കാർ മേഖലയിൽ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ഒരു 5 വർഷത്തെ കാലയളവിൽ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ അനാസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അശ്രദ്ധ, അല്ലെങ്കിൽ രോഗികളുടെ ദൗർഭാഗ്യം, ഏത് വാക്കുകൊണ്ട് പൂരിപ്പിച്ചാലും കഴിഞ്ഞ ഒരു 5 വർഷമായി കുറെ അധികം ഹതഭാഗ്യരായ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേരുകളൊക്കെ ഇപ്പം നമുക്ക് കാണാപാഠമാണ്. കോഴിക്കോട്ടെ ഹർഷീന 5 വർഷം കത്രികയാണ് കൊണ്ടു കടന്നത്. ആലപ്പുഴയിലെ വണ്ടാനത്ത് ഉഷ ജോസഫ്, അതും കത്രികയാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സുമയ്യ ഗൈഡ് വയറാണ്. പാലക്കാട്ടെ 10 വയസ്സുള്ള വിനോദിനി കൈയാണ് മുറിച്ചു മാറ്റപ്പെട്ടത്. ഈ നമ്മളുടെ മുൻ ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ പത്തനംതിട്ടയിലെ ഈ കോഴഞ്ചേരി ആശുപത്രിയിൽ തലയിൽ ചക്ക വീണു. അവിടെ ഒരു രോഗി അവിടെ ഒപ്പിടാനായിട്ട് വന്നതാണ്. സീലടിക്കാൻ നിന്ന ആളുടെ തലയിൽ ചക്കയാണ് വീണത്. അപ്പോൾ ഈ ആശുപത്രിയിൽ പോയാൽ തലയിൽ ചക്ക വീഴുക, ഇല്ലെങ്കിൽ കത്രിക വയറ്റിൽ കൊടുക്കുക, ഗൈഡ് വയറ്, അതല്ലെങ്കിൽ പഞ്ഞി, അതല്ലെങ്കിൽ ഗ്ലൗസ്, ഇത് തുടർച്ചയായി കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ തീരെ പാവപ്പെട്ടവരാണ്. സർക്കാർ ആശുപത്രിയുടെ ഡോക്ടർമാരെ മുഴുവൻ ഒരിക്കലും ഞാൻ അടച്ചാക്ഷേപിക്കില്ല. കാരണം അവർ ഈ മറ്റ് പ്രൈവറ്റ് ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ തുച്ഛമായ ശമ്പളത്തിന് സാമൂഹ്യ ബോധമുള്ളത് കൊണ്ടാണ് അവിടെ ജോലി ചെയ്യാൻ വരുന്നത്. പക്ഷെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫോ മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് വലിയ ഒരു വിഷയമാണ്. ഇവിടെ നോക്കൂ, ഈ ഹതഭാഗ്യയായ 68-കാരിയായ വത്സല, അപ്പൊ ഈ പേരിനകത്ത് ഏറ്റവും പുതിയതായിട്ട് വത്സലയുടെ പേരും കൂടെ നമുക്ക് ചേർക്കാം. അവർ പറഞ്ഞ ആ ദയനീയമായ അവസ്ഥ നമ്മൾ കേട്ടു. എന്താ പറഞ്ഞത്? വയറുവേദനയും ഛർദിലുമായി അവിടെ ചെന്നു, ഏണിനെ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ പിന്നെ കല്ലിച്ച് കിടക്കുന്നതാണെന്നുള്ള ആ ഒരു തോന്നലായിരുന്നു. വേദന സഹിക്കാൻ ചെന്നപ്പോൾ ഈ ഡോക്ടർമാർ ആദ്യം ചെയ്തത് ഞെക്കി അവിടെ നിന്ന് എടുക്കാൻ. നമ്മളൊക്കെ സാധാരണ ഈ വീട്ടിൽ കുട്ടികളോ നമ്മൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ സ്വന്തം നിലയിൽ തന്നെ അത് എടുക്കാൻ ഒരു ശ്രമം നടത്തുന്നത് പോലെ ഈ ഡോക്ടർമാർ ഒരു ശ്രമം നടത്തി. അവിടെ വീണ്ടും അനാസ്ഥയാണ്. ചികിത്സാ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെന്നവർക്ക് വീണ്ടും ചികിത്സാ പിഴവ് കിട്ടി എന്നേ ഞാൻ അതിനെ പറയും. കാരണം അവര് ഒരു സംശയം തോന്നുമ്പോൾ തീർച്ചയായിട്ടും എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് ഡയറക്റ്റ് അതിനെ സർജറി തന്നെ ചെയ്യണമായിരുന്നു. ഇവിടെ ഇപ്പോൾ പഴിയാരാനാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കുഴപ്പമല്ല, ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്ത സൂചി നിലവാരമില്ലാത്തതായതുകൊണ്ട് ഒടിഞ്ഞു പോയതാണെന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും ഈ വത്സലയുടെ അനാസ്ഥയും വത്സലയുടെ കുഴപ്പമല്ലല്ലോ. അവര് പാവപ്പെട്ടവരായതുകൊണ്ട് അവരവിടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആദ്യം ഈ ഡോക്ടർമാരും കുറെ മര്യാദക്കാരാകണം. ഈ അവരെ മോശക്കാരാക്കാനാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നുള്ള രീതിയിൽ ഇത് തയ്യൽ സൂചി വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വാചകം നമ്മൾ കേട്ടു. കണ്ണുപോലും കാണാൻ വയ്യാത്ത എന്റെ വീട്ടിൽ സൂചിയുമില്ല നൂലുമില്ല എന്ന് മാത്രമല്ല, ഈ സൂചി കൊണ്ട് വീട്ടിൽ തയ്ക്കുന്നവരുടെ ഏണിനകത്ത് ഈ സൂചി എങ്ങനെ കയറിപ്പോകും? അവർ ചോദിച്ച ചോദ്യം വളരെ ന്യായമല്ലേ? നമ്മൾ മറ്റൊരു ഉഷ ജോസഫ് കത്രിക വയറ്റിൽ കുടുങ്ങി ചെന്നപ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നവും പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ അന്നത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട DMO ആണെന്നാണ് തോന്നുന്നത്. പറഞ്ഞ മറുപടി എന്താ? ഇതിന്റെ പേര് മൊസ്കിറ്റോ എന്നാണ്. ഇത് 50 വർഷം ശരീരത്തിനകത്തിരുന്നാലും തുരുമ്പ് പിടിക്കില്ല, ഒരു കുഴപ്പമില്ല എന്ന്. എന്ത് ലാഘവ ബുദ്ധിയോടാണ്! ശരിയാ, അവർക്കൊരു കുഴപ്പമില്ല. ആരുടെ വയറ്റിനുള്ളിലാണോ ഇത് ഇരിക്കുന്നത് അവർക്കേ കുഴപ്പമുള്ളൂ. ഡോക്ടർക്ക് കുഴപ്പമില്ല എന്നവർ പറഞ്ഞത് ശരിയായിരിക്കാം. അപ്പം ഈ മേഖലയിൽ
ഞാൻ നോക്കുന്നത് ബംഗാളി നമ്മുടെ വീട്ടിൽ വയറിങ്ങോ പ്ലംബിങ്ങോ ഉള്ള കാര്യങ്ങൾക്ക് വന്നാൽ അവൻ വൈകിട്ട് പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്ന മുഴുവൻ ഉപകരണങ്ങളുണ്ടോന്ന് എണ്ണി നോക്കി ടാലിയാക്കി ഒരെണ്ണം കണ്ടില്ലെങ്കിൽ അവൻ അവിടെ എല്ലാം തപ്പി അതും കൂടെ കൊണ്ടേ അവൻ പോകും. ഈ ആശുപത്രിയിലൊക്കെ സർജറിയും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്താൽ ഇതിനൊന്നും ഇത്തരത്തിലൊരു മാനദണ്ഡമില്ലേ? ഇത് എല്ലാം ഉണ്ടോ? വല്ലതും അകത്തായി പോയോ? ഇപ്പൊ എത്രയോ നാൾ കൊണ്ടാ. അപ്പൊ തുടർച്ചയായി ഈ മേഖലയിൽ അനാസ്ഥ ഉണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ശ്രീ AK സാദിഖ്. സമയം അതിക്രമിച്ചത് കൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.